2009 പുറത്തിറങ്ങിയ കാസ്റ്റവേ ഓൺ ദ മൂൺ. ഈ പടം തുടങ്ങുന്നത് ഒരൊറ്റ ഫോൺ കോളിലാണ്. ആ കോളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നായകൻ ഒരു കടബാധ്യതയിലാണ്. അതുകൊണ്ട് അയാൾ ആത്മഹത്യ തീരുമാനിക്കുന്നു. ആത്മഹത്യനായിട്ട് അയാൾ ആ ഒരു നദിക്ക് കുറുകെയുള്ള പാലത്തിൽ നിന്നാണ് എടുത്ത് ചാടുന്നത്. പക്ഷെ അയാളുടെ വിധി കാരണം അയാൾ മരിക്കുന്നില്ല. പകരം അയാൾ എത്തപ്പെടുന്നത് ആ നദി അതിന് നടുക്കുള്ള ചെറിയൊരു തുരുത്തിലാണ്. ഈ തുരുത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് അവിടെ നിന്നാൽ ആ സിറ്റിയും അവിടുത്തെ പാലവും അതൊക്കെ കാണാം. പക്ഷേ ഇയാൾ പറയുന്നത് ഒരിക്കലും അവിടെ എത്തില്ല. ഇയാൾക്കാണെങ്കിൽ തിരിച്ച് നീന്തി രക്ഷപ്പെടാമെന്ന് വെച്ചാൽ നീന്തലും അറിയില്ല. അപ്പോൾ ഇയാൾ പിന്നെ ആത്മഹത്യയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ പാളിപ്പോകുന്നു. അപ്പോൾ വേറെ മാർഗ്ഗമൊന്നും ഇല്ലാണ്ട് ഇയാൾ അവിടെ സർവൈവ് ചെയ്യാൻ ശ്രമിക്കലാണ്. നമ്മുടെ നായകൻ എങ്ങനെ ആ ചെറിയ തുരുത്തിൽ സർവൈവ് ചെയ്യുന്നു എന്നതും അതുപോലെ ഞാൻ പറഞ്ഞില്ല വേറൊരു ക്യാരക്ടർ കൂടെ ഉണ്ട്. അപ്പോൾ ആ ക്യാരക്ടറായിട്ടുള്ള ഇൻട്രാക്ഷനുമാണ് ഈ സിനിമ കാണിച്ചു വരുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പോസിറ്റീവ് ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അതായത് 2 ക്യാരക്ടേഴ്സ്, അതായത് ഈ 2 പേരും 2 രീതിയിൽ സമൂഹത്തിൽ നിന്ന് ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഇവർ 2 പേരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇവർക്ക് 2 പേർക്കും ജീവിക്കാനുള്ളൊരു ഹോപ്പ് തരുന്നു. അതാണ് ഈ പടത്തിൻ്റെ ഒരു പ്രധാന കോൺസെപ്റ്റ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പോസിറ്റീവ് സ്ക്രീൻ പ്ലേ തന്നെയാണ്. വെർബലി നല്ല രീതിയിലുള്ള ഹ്യൂമർ ഉണ്ട് ഈ പടത്തിൽ. പിന്നെ അടുത്ത പോസിറ്റീവ് ഹ്യൂമർ തന്നെ, പക്ഷേ വിഷ്വൽ ഹ്യൂമർ. ഈ നായകൻ ആ ഐലൻഡിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന കുറേ പ്രവൃത്തികളുണ്ട്. അയാളുടെ ആക്ഷൻസ് ആയാലും പിന്നെ അയാളുടെ ചില എക്സ്പ്രഷൻ, പിന്നെ അയാളുടെ ചില ഒബ്സർവേഷൻ, ഇതെല്ലാം വിഷ്വലിൽ വളരെ രസമായിട്ടാണ് എടുത്തു വച്ചിരിക്കുന്നത്. അതായത് നമ്മളൊരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിൽ കാണുമ്പം ഇയാൾക്കെന്താ ഭ്രാന്താണോ അങ്ങനെ തോന്നുന്ന രീതിയിലുള്ള കുറേ വിഷ്വൽ ആക്സ് ഈ പടത്തിലുണ്ട്. പക്ഷെ അതെല്ലാം വളരെ മനോഹരമായിട്ടാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഈ പടത്തിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ അത് നല്ല രീതിയിൽ കൺവിൻസിങ് ആണ്. അതായത് ആ ഒരു സെറ്റിങ് മാത്രമല്ല, കുറേ പ്രോപ്പർട്ടീസ് ഈ പടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റ് ക്യാരക്ടർ പുള്ളി സർവൈവ് ചെയ്യാനായിട്ട് അവിടെ നിന്ന് കിട്ടുന്ന കുറേ സാധനം യൂസ് ചെയ്യുന്നത്, പിന്നെ അതിന് വേണ്ടിയുള്ള പുള്ളിയുടെ കുറേ ക്രിയേറ്റീവ് തിങ്കിങ് ഒക്കെ ഉണ്ട്. അത് ഭയങ്കര കൺവിൻസിങ് ആണ്. അറ്റ് ദ സെയിം ടൈം നല്ല രീതിയിൽ അതിലൊരു കോമഡിയും വർക്കൗട്ട് ആവുന്നുണ്ട്. ഈ പടത്തിൻ്റെ മറ്റൊരു പ്രധാന പോസിറ്റീവ് ഇതിൻ്റെ യാനർ ബ്ലെൻഡിങ് ആണ്. ഒരു സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു കോമഡി ഫിലിമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെർബൽ കോമഡി ഉണ്ട്, വിഷ്വൽ കോമഡി ഉണ്ട്. അതേസമയം തന്നെ ഇത് വളരെ മികച്ചൊരു ഇമോഷണൽ ഡ്രാമ കൂടെയാണ്. അതിൽ ഭയങ്കര ഒരു ഡയറക്ടറുടെ കഴിവായിട്ട് തോന്നുന്നത് ഇത് ഭയങ്കര ഒരു അപ്സൈഡായിട്ടുള്ള പ്ലോട്ടാണ്. പക്ഷേ ഇതെടുത്ത് വെച്ചിരിക്കുന്നത് നല്ല പോലെ ഇമോഷണലി കൺവിൻസിങ് ആണ്. അതിൽ പിന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട വേറൊരു കാര്യം, ഇതിലെ ലീഡ് 2 ആക്ടേഴ്സ് അവർ 2 പേരും ടെറിഫിക് പെർഫോമൻസസ് ആണ്. പിന്നെ ഇതിൻ്റെ വേറൊരു രസകരമായ ഫാക്ടർ ഞാനീ പറഞ്ഞ പോലെ ഇതിൽ ഇമോഷൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, ചില സീൻസൊക്കെ നല്ല രീതിയിൽ ഇമോഷണലാണ്. പക്ഷേ ഈ പടം ഒരു സ്ഥലത്തും ഒരു മെലോ ഡ്രാമ ഫീൽ നമുക്ക് അടിക്കണില്ല. അത് ബാലൻസ് ചെയ്യുന്നതിൽ ശരിക്കും ഡയറക്ടർ വിജയിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനറാണ് ഈ കൊറിയൻ സിനിമ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.